ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമാർട്ട്. നമ്മളൊരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. എം.കോം, MBA ഫിനാൻസ്, LLB, CA ഇന്റർ തുടങ്ങിയ ബിരുദധാരികൾക്ക് മുന്നിലുള്ള സുവർണാവസരമായ കേരള PSCയുടെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. STOയുടെ എക്സ്പെക്റ്റഡ് സിലബസിലെ പാർട്ട് 1 അക്കൗണ്ടൻസി ആൻഡ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള എക്സാം പ്രിപ്പറേഷനാണ് ഈ സെഗ്മെന്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് മൊഡ്യൂൾ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി ആണ്. 10 ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി മൊഡ്യൂൾ. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, റിസർവ് ആൻഡ് പ്രൊവിഷൻ, ഡിപ്രീസിയേഷൻ, അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസ്, ജേണൽ ആൻഡ് ജേണൽ എൻട്രി, ലെഡ്ജർ ആൻഡ് ലെഡ്ജർ പോസ്റ്റിംഗ്, പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ബുക്ക്, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് തുടങ്ങിയവയാണ് ഈ 10 ചാപ്റ്റേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടൻസി ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. Accounting is often called as the language of business. What is the significance of language? നമ്മുടെ ആശയങ്ങളും ഇൻഫർമേഷനും എല്ലാം നമ്മൾ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ്. ലൈക്ക്വൈസ്, ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ്, ഫൈനാൻഷ്യൽ പൊസിഷൻ തുടങ്ങിയ സുപ്രധാനമായ ഇൻഫർമേഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് അക്കൗണ്ടിംഗ്. ലോകചരിത്രത്തിന്റെ ഭാഗമായി തീർന്ന ഏതാണ്ട് എല്ലാ സിവിലൈസേഷനുകളും അക്കൗണ്ടിങ്ങിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇന്ന് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ്ങിന്റെ പ്രിമിറ്റീവ് ഫോം മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനാണ് ആദ്യമായി രൂപപ്പെടുത്തിയത്. ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. BC 2-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഫിലോസഫറും എക്കണോമിസ്റ്റുമായ ചാണക്യയുടെ പ്രശസ്തമായ അർത്ഥശാസ്ത്ര എന്ന പുസ്തകത്തിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ മീൻസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന നിലയിൽ കറൻസികൾ പ്രാബല്യത്തിൽ വന്നതോടെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം അടിസ്ഥാനമാക്കിയുള്ള ബുക്ക് കീപ്പിംഗ് നിലവിൽ വരുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ഇറ്റലിക്കാരനായ ലൂക്ക പാസിയോലിയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അടിസ്ഥാനമാക്കിയുള്ള തത്വങ്ങൾക്ക് രൂപം നൽകിയത്. 1494-ൽ സമ്മറി ഓഫ് അരിത്മെറ്റിക്, ജിയോമെട്രിക്, പ്രൊപ്പോർഷൻസ് ആൻഡ് പ്രൊപ്പോർഷണാലിറ്റി എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം പബ്ലിഷ് ചെയ്തു. ലൂക്ക പാസിയോലിയാണ് ഫാദർ ഓഫ് അക്കൗണ്ടിംഗ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്യാം. ഇൻ സിമ്പിൾ വേർഡ്സ്, അക്കൗണ്ടിംഗ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഇവിടെ 6 ടേംസ് നമ്മൾ ഓർത്തു വെക്കണം. 1. ആർട്ട്. കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് ആർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2. ബിസിനസ് ട്രാൻസാക്ഷൻ. മോണിറ്ററി ടേംസിൽ അഥവാ ഏതെങ്കിലും കറൻസിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസിന്റെ ഡീലിംഗ്സിനെയാണ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുന്നത്. 3. റെക്കോർഡിംഗ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ജേണലിൽ രേഖപ്പെടുത്തി വെക്കുന്ന പ്രോസസ്സാണ് റെക്കോർഡിംഗ്. 4. ക്ലാസിഫയിങ്. വ്യത്യസ്തങ്ങളായ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ജേണൽ എൻട്രീസിനെ പോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്ലാസിഫയിങ്. 5. സമ്മറൈസിംഗ്. ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ടും ഫൈനാൻഷ്യൽ പൊസിഷനും പീരിയോഡിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് സമ്മറൈസിംഗ് എന്ന് വിളിക്കുക. 6. ഇന്റർപ്രറ്റിംഗ്. മാനേജ്മെന്റ് വ്യത്യസ്ത സമയങ്ങളിൽ തങ്ങൾക്ക് ആവശ്യമുള്ള ഡിസിഷൻ മേക്കിംഗ് നടത്തുന്ന ഫംഗ്ഷനാണ് ഇന്റർപ്രറ്റിംഗ്. അതായത് ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ബിസിനസിന്റെ ദൈനംദിന ഇടപാടുകൾ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് ഫോളോ ചെയ്ത് ജേണലിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന, ലെഡ്ജർ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ക്ലാസിഫിക്കേഷൻ നടത്തുന്ന, അക്കൗണ്ടിംഗ് പീരീഡിന്റെ ക്ലോസിംഗ് ഡേയിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന, മാനേജ്മെന്റിന് ആവശ്യാനുസരണം തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിനെയാണ് അക്കൗണ്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഇതേ ആശയതലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അഥവാ AICPA അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. According to AICPA, accounting is an art of recording, classifying, summarizing and interpreting in a significant manner and in terms of money, transaction and events
which are in part at least of a financial character and interpreting the result thereof. അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷന്റെ ഡെഫിനിഷൻ കൂടെ നമുക്ക് പരിശോധിക്കാം. According to American Accounting Association, accounting refers to the process of identifying, measuring, and communicating economic information to permit informed judgments and decisions by users of the information. നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻസിനൊപ്പം കമ്മ്യൂണിക്കേഷന് കൂടെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷൻ അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബിസിനസിന്റെ പ്രവർത്തനത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുക. അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷന്റെ ഡെഫിനിഷൻ പ്രകാരം വേരിയസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് ആൻഡ് ഫൈനാൻഷ്യൽ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടെ ഉൾപ്പെടുന്നതാണ് അക്കൗണ്ടിംഗ്. We have already discussed the definitions of accounting by AICPA and American Accounting Association. AICPAയുടെയും അമേരിക്കൻ അക്കൗണ്ടിംഗ് അസോസിയേഷന്റെയും ഒപ്പീനിയൻ അനുസരിച്ച് അക്കൗണ്ടിങ്ങിന് പ്രധാനമായും 5 ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, റെക്കോർഡിംഗ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഫങ്ഷൻ ആണ് റെക്കോർഡിംഗ്. ഫൈനാൻഷ്യൽ നാച്ചറുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസിനെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കൃത്യമായി പാലിച്ചുകൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്ന പ്രോസസ്സാണ് റെക്കോർഡിംഗ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് വിളിക്കുക. രണ്ടാമത്തെ ഫംഗ്ഷനാണ് ക്ലാസിഫയിങ്. ജേണലിൽ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസിലെ സിമിലർ എൻട്രീസിനെ ഒരു കോമൺ പ്ലേസിലേക്ക് അഥവാ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്ലാസിഫയിങ് എന്ന് പറയുന്നത്. ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ക്ലാസിഫയിങ് നടത്തുന്നത്. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എൻട്രീസ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് പോസ്റ്റിംഗ് എന്ന് വിളിക്കുക. അക്കൗണ്ടിങ്ങിന്റെ മൂന്നാമത്തെ ഫംഗ്ഷനാണ് സമ്മറൈസിംഗ്. ബിസിനസ് റിസൾട്ട്സിനെ കണ്ടൻസ്ഡ് ഫോമിൽ അഥവാ ചുരുക്ക രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് സമ്മറൈസിംഗ് എന്ന് പറയുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ബിസിനസ് റിസൾട്ട്സ് അക്കൗണ്ടിംഗ് സമ്മറൈസ് ചെയ്യുന്നത്. നാലാമത്തെ ഫംഗ്ഷനാണ് ഇന്റർപ്രറ്റിംഗ്. ഇന്റർപ്രറ്റിംഗ് എന്ന ഫംഗ്ഷനിലൂടെയാണ് മാനേജ്മെന്റിന് ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അവസാനത്തെ ഫംഗ്ഷനാണ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസിന്റെ ദൈനംദിന പ്രവർത്തനത്തെ താല്പര്യപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, കൺസ്യൂമേഴ്സ് തുടങ്ങിയവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതും അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷനാണ്. അടുത്തതായി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടു മെയിൻറ്റെയിൻ ഫുൾ ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ ട്രാൻസാക്ഷൻസ് കൃത്യമായി ഓർത്തുവെക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയി റെക്കോർഡ് ചെയ്തു വെക്കുക എന്നത് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ബിസിനസ് റിലേറ്റഡ് ആയ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും അക്കൗണ്ടിങ്ങിൽ സ്വാഭാവികമായി വന്നുപോകുന്ന എറേഴ്സ് കണ്ടുപിടിക്കാനും അത് തിരുത്താനുമെല്ലാം ഇത് സഹായിക്കും. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്, ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ് പ്രവർത്തിക്കുന്നത് തീർച്ചയായും പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ബിസിനസ് എത്ര എമൗണ്ട് പ്രോഫിറ്റ് നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അക്കൗണ്ടിങ്ങിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ്, ടു ഷോ ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ് ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയുക എന്നതും. ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയാണ് അക്കൗണ്ടിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫൈനാൻഷ്യൽ പൊസിഷൻ യഥാർത്ഥത്തിൽ ബിസിനസിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്തിന്റെ കൃത്യമായ ഇൻഡിക്കേഷൻ ആണ്. ഒരു ബിസിനസിന്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് കൂടുതലും ലാബിലിറ്റി കുറവുമാണെങ്കിൽ ആ ബിസിനസ് ഫൈനാൻഷ്യലി സ്ട്രോങ് ആണ് എന്നാണ് അർത്ഥം. നേരെ മറിച്ച് ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി കൂടുതലും അസറ്റ് കുറവുമായാൽ ആ ബിസിനസ് ഫൈനാൻഷ്യലി വീക്കുമാണ്. നാലാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ബിസിനസിന്റെ ഓണേഴ്സിനെ പോലെ തന്നെ അതിന്റെ പ്രവർത്തനത്തിലും അക്കൗണ്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനിലുമെല്ലാം താല്പര്യമുള്ള
ചിലരുണ്ട്. ഉദാഹരണത്തിന് കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ് ആൻഡ് ടാക്സ് അതോറിറ്റീസ്, ക്രെഡിറ്റേഴ്സ്, റിസർച്ചേഴ്സ് എക്സെട്ര. ഇത്തരം ഇൻട്രസ്റ്റഡ് ആയ പാർട്ടീസിനെ ആവശ്യമുള്ള ഇൻഫർമേഷൻ അക്കൗണ്ടിംഗ് റിപ്പോർട്ട് രൂപത്തിൽ നൽകുക എന്നതും അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവാണ്. അടുത്തതായി നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായി കംപ്ലീറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡ്സ്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ഫംഗ്ഷൻ ആണ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടാണ് ജേണലിൽ ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്ങിനെ വേണമെങ്കിൽ എ കംപ്ലീറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന എണ്ണമറ്റ ട്രാൻസാക്ഷൻസ് ഓർത്തുവെക്കാൻ കഴിയില്ല എന്ന ഹ്യൂമൻ ബ്രെയിനിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു. രണ്ടാമത്തെ അഡ്വാൻറ്റേജ്, അക്കൗണ്ടിംഗ് ഫെസിലിറ്റേറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അക്കൗണ്ടിംഗ് ഒരു പ്രോസസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ എൻഡ് റിസൾട്ട് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയവയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ വ്യത്യസ്ത രൂപങ്ങൾ. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒരു ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ്, ഫൈനാൻഷ്യൽ പൊസിഷൻ തുടങ്ങിയവയൊക്കെ അറിയാൻ സാധിക്കും. അക്കൗണ്ടിങ്ങിന്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് സപ്ലൈസ് ഇൻഫർമേഷൻ ടു വേരിയസ് യൂസേഴ്സ്. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യമുള്ളവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ഡിഫറെന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആണ് ആവശ്യമുള്ളത്. ഉദാഹരണത്തിന് ഓണേഴ്സിന് ബിസിനസിന്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് റിലേറ്റഡ് ആയ ഇൻഫർമേഷൻ ആണ് ആവശ്യമുള്ളത്. എന്നാൽ ക്രെഡിറ്റേഴ്സിനും ബാങ്കിനും ബിസിനസിന്റെ സോൾവൻസി റിലേറ്റഡ് ആയ ഇൻഫർമേഷൻ വേണം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ടാക്സ് റിലേറ്റഡ് ആയ ഇൻഫർമേഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവർക്ക് ആവശ്യമുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ അക്കൗണ്ടിംഗ് റിപ്പോർട്ട് രൂപത്തിൽ നൽകുന്നു എന്നത് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആണ്. നാലാമത്തെ അഡ്വാൻറ്റേജ്, അക്കൗണ്ടിംഗ് ഫെസിലിറ്റേറ്റ്സ് കമ്പാരിറ്റീവ് സ്റ്റഡി. അക്കൗണ്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനും ബാലൻസ് ഷീറ്റിനും കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഈ യൂണിഫോം ഫോർമാറ്റ് ഉപയോഗിച്ചാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ടിനെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷനെ മറ്റൊരു ബിസിനസിന്റെ ഓപ്പറേറ്റിംഗ് റിസൾട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പൊസിഷനുമായി കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അവസാനമായി അക്കൗണ്ടിംഗ് പ്രൊവൈഡ്സ് എവിഡൻസസ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്. റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ എന്നത് അക്കൗണ്ടിങ്ങിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞുവല്ലോ. അക്കൗണ്ടിംഗ് ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് കൃത്യമായ സോഴ്സ് ഡോക്യുമെന്റിന്റെ സപ്പോർട്ടോടു കൂടിയാണ്. ബില്ല്, റെസിപ്റ്റ്, പേറോൾ രജിസ്റ്റർ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് തുടങ്ങിയ ഇത്തരം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിനെയാണ് വൗച്ചർ എന്ന് വിളിക്കുന്നത്. ഇത്തരം വൗച്ചേഴ്സ് എവിഡൻസ് ആയി കീപ്പ് ചെയ്തുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നിയമപരമായ പ്രശ്നങ്ങളിൽ ബിസിനസ്സിന് അനുകൂലമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് പാർട്ട് 1 ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത അഡ്വാൻറ്റേജസിനൊപ്പം തന്നെ അക്കൗണ്ടിങ്ങിന് ചില ലിമിറ്റേഷൻസ് കൂടെയുണ്ട്. ഒന്നാമതായി, അക്കൗണ്ടിംഗ് ഈസ് ഹിസ്റ്റോറിക്കൽ ഇൻ നാച്ചർ. അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ മോണിറ്ററി വാല്യൂ തീരുമാനിക്കുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലാണ്. അതായത് ഇൻഫ്ലേഷൻ, പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്നിവയൊന്നും പരിഗണിക്കാൻ പലപ്പോഴും അക്കൗണ്ടിങ്ങിന് സാധിക്കാറില്ല. ഒരു പരിധിവരെ അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ പ്രസക്തി പരിമിതപ്പെടുത്താൻ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കാരണമാവുന്നു. അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് എ ബിസിനസ് ആസ് എ ഹോൾ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ പോലെ എക്സ്പെൻസസിനെയും കോസ്റ്റിനെയും മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്നൊന്നും ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ക്ലാസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസിനസിന്റെ പൊതുവായ ഇൻഫർമേഷൻ മാത്രമേ അക്കൗണ്ടിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആണ് ഇറ്റ് റെക്കോർഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓൺലി. ബിസിനസിന്റെ പെർഫോമൻസിനെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെയധികം ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ലോയൽറ്റി, റെപ്യൂട്ടേഷൻ, കമ്മിറ്റ്മെന്റ് തുടങ്ങിയവ. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന ഒറ്റ കാരണത്താൽ ഇവയൊന്നും അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഇത്തരം ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ മാത്രം റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് റിസൾട്ടും ഫൈനാൻഷ്യൽ പൊസിഷനും എക്സാക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല.
അടുത്ത ലിമിറ്റേഷൻ, അക്കൗണ്ടിംഗ് ഈസ് ഓൺലി എ പോസ്റ്റ്മോർട്ടം അനാലിസിസ്. അക്കൗണ്ടിങ്ങിന്റെ എൻഡ് റിസൾട്ടായ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അത് പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള ഫൈനാൻഷ്യൽ പൊസിഷനും ഓപ്പറേറ്റിംഗ് റിസൾട്ടുമാണ് കാണിക്കുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പ്രത്യേകിച്ചും പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, ഷോർട്ട് ടേമിലോ ലോങ് ടേമിലോ ഉള്ള ബിസിനസിന്റെ ഫ്യൂച്ചർ ട്രെൻഡിനെ കുറിച്ച് അറിയാൻ അതീവ താല്പര്യമുള്ളവരായിരിക്കും. എന്നാൽ അത്തരം എസ്റ്റിമേറ്റ്സ് ഒന്നും നടത്താൻ അക്കൗണ്ടിങ്ങിന് സാധിക്കാറില്ല. അഥവാ അക്കൗണ്ടിംഗ് ഈസ് ഓൺലി എ പോസ്റ്റ്മോർട്ടം അനാലിസിസ്. അവസാനമായി, അക്കൗണ്ടിംഗ് ഷോസ് ഓൺലി ആക്ച്വൽ ഫിഗേഴ്സ്. അക്കൗണ്ടിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അടിസ്ഥാനമാക്കിയാണ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് പ്രകാരം ആക്ച്വൽ കോസ്റ്റിൽ മാത്രമേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പാടൂ. ഉദാഹരണത്തിന്, വർഷങ്ങൾക്ക് മുൻപ് ബിസിനസ് വാങ്ങിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് പ്രകാരം അതിന്റെ കോസ്റ്റ് പ്രൈസിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ 10-20 വർഷങ്ങൾക്ക് ശേഷം യഥാർത്ഥ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ ആക്ച്വൽ പ്രൈസാണ് ബാലൻസ് ഷീറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കാണിക്കുകയുള്ളൂ. ഇത് അക്കൗണ്ടിങ്ങിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് ചാപ്റ്ററിന്റെ പാർട്ട് 1 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ക്ലാസ്സിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബുക്ക് കീപ്പിംഗ് വേഴ്സസ് അക്കൗണ്ടിംഗ്, ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ്, ബേസിക് അക്കൗണ്ടിംഗ് ടേംസ് തുടങ്ങിയവയാണ്. അവയെല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.